അത് പുരാണങ്ങൾ തന്നെ പറയുന്നു. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യണം, ദുഷ്ടനിഗ്രഹം, ധർമ്മ സംസ്ഥാപനം, ഇതൊക്കെ ഭഗവാൻ കൃഷ്ണന്റെ അവതാര ലക്ഷ്യങ്ങളായിരുന്നു. സർവനാശം വിതയ്ക്കാൻ ഉതകുന്ന കുരുക്ഷേത്ര യുദ്ധം, ആ കുരുക്ഷേത്ര യുദ്ധം അവസാനിപ്പിക്കാൻ, ഒഴിവാക്കാൻ കൃഷ്ണൻ പരമാവധി ശ്രമിച്ചു. കൃഷ്ണൻ സ്വയം ദൂതുപോയി. കൃഷ്ണ പറഞ്ഞു, ധൃതരാഷ്ട്ര സഭയിലെത്തി, ഇവർക്ക് ജീവിക്കാനുള്ള പകുതി രാജ്യം, 5 പേർക്ക് 5 ഗ്രാമം, 5 വീട്, ഇത്രയൊക്കെ ചെയ്തിട്ടും സമാധാനം ഉണ്ടാകാതിരുന്നപ്പോൾ ദുര്യോധനനോട് കൃഷ്ണൻ അടക്കം പറഞ്ഞു, യുദ്ധമുണ്ടായാൽ ഇരുപക്ഷവും നശിക്കും, എല്ലാവരെയും കൊന്നിട്ട് ആർക്ക് ജയിക്കാൻ പറ്റും? ഇതൊക്കെ ദുര്യോധനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ലോകം മുടിഞ്ഞാലും കൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു ദുര്യോധനന്റെ മറുപടി. സൂചി കുത്താൻ ഇടം പോലും നൽകില്ല എന്നുള്ളതായിരുന്നു ദുര്യോധനന്റെ ധാർഷ്ട്യം. അപ്പൊ പിന്നെ വേറെ വഴിയില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ആധുനിക കാലഘട്ടത്തിലും അത്യാഗ്രഹികളായിട്ടുള്ള ദുര്യോധനന്മാർ ചോരക്കൊതി കൊണ്ട് രംഗത്തിറങ്ങുന്നത് നമ്മൾ കാണുന്നു. ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ആയുധമെടുക്കാൻ പലപ്പോഴും നിർബന്ധിതരാകുന്ന സാഹചര്യം.